ഹലോ, നിങ്ങൾ നൈറ്റിൽ കാലിക്കറ്റ് ബീച്ച് കണ്ടിട്ടുണ്ടോ? കാലിക്കറ്റ് ബീച്ച് ഏറ്റവും മനോഹരമാവുന്നതും ആക്റ്റീവ് ആകുന്ന ഒരു ടൈമാണ് നൈറ്റ്. ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് ബീച്ച് ഉണരുന്നത് നൈറ്റ് ടൈമാണ്. അതുകൊണ്ട് ഇന്ന് നൈറ്റ് ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടെ പോവാറുണ്ട്. അവിടെ ഇവിടെ ചിന്നിച്ചിതറിയ കടകളൊക്കെ മാറ്റി പുതിയ മുഖം വന്നേ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴോർത്തു ഇന്ന് എന്തായാലും പോവാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാത്രി ഏകദേശം 7:30 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബസ് നമ്മൾ കണ്ടത്. മഞ്ഞിപ്പാടം ലേഡീസ് ട്രിപ്പ് വിത്തൗട്ട് ഹസ്ബൻഡ്. എന്താണല്ലേ! ക്ഷേത്ര സംബന്ധമായ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡിലെല്ലാം നല്ല ബ്ലോക്ക്. ഒരു വിധമാണ് ബ്ലോക്കിൽ നിന്ന് പുറത്തെത്തിയത്. കുറച്ചധികം നേരം കഴിഞ്ഞ് ബ്ലോക്കിൽ നിന്ന് പുറത്തെത്തിയപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സെയിം ബസ് ഇതിൽ പോകുന്നു. മഞ്ഞിപ്പാടം ലേഡീസ് ട്രിപ്പ് വിത്തൗട്ട് ഹസ്ബൻഡ്. ഇത് കണ്ടപ്പോൾ ഫണ്ണായിട്ട് തോന്നിയെങ്കിലും എന്താ നമുക്കും ഇങ്ങനെയൊക്കെ ആയിക്കൂടെ എന്നൊരു തോന്നലും കൂടെ വന്നു കേട്ടോ. എന്തായാലും മഞ്ഞിപ്പാടം ലേഡീസ് അവരുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് തിരിച്ചു വരട്ടെ. ഇപ്പം നമ്മുടെ ലക്ഷ്യം ബീച്ചാണ്. അങ്ങനെ ബീച്ച് റോഡിലെത്തി. ഇവിടുന്ന് കണ്ടാലേ അറിയാം എന്താവും ബീച്ചിൻ്റെ അവസ്ഥ എന്ന്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്ത് ബീച്ചിൽ പോകുന്നതും അവിടുത്തെ റൈഡുകളിൽ കയറുന്നതും ഒക്കെ. പക്ഷേ എന്തോ ഇത്തവണ റൈഡുകളൊന്നും കണ്ടതേയില്ല. ചിലപ്പോൾ കോർപ്പറേഷൻ അതെല്ലാം നീക്കം ചെയ്യിച്ചു കാണും. അങ്ങിങ്ങായി ചിതറിക്കിടന്ന തട്ടുകടകളെല്ലാം നീക്കം ചെയ്തു. കോർപ്പറേഷൻ്റെ പദ്ധതി പ്രകാരം പുതിയ തട്ടുകടകളും മറ്റും അവിടെ വന്നു. എന്തുകൊണ്ടോ ഈ സമയത്തുള്ള വരവിനൊരു പ്രത്യേക വൈബാണ്. ഈ സമയത്തെ ബീച്ചിലേക്കുള്ള പോക്ക് ഏറ്റവും അധികം സന്തോഷത്തിലാക്കുന്നത് മക്കൾ രണ്ടുപേരെയാണ്. അവർക്ക് രാവെന്നോ പകലെന്നോ ഒന്നുമില്ല. ചെന്ന ഉടനെ അവർ ബീച്ചിലെ വെള്ളത്തിലേക്ക് ഇറങ്ങും. പിന്നെ തിരികെ വരുന്നതോ നനഞ്ഞു കുളിച്ച്. കാലിലും ചെരുപ്പിലും ഉപ്പുമണൽ നന്നായി പറ്റിക്കിടക്കുന്നുണ്ടാവും. കുട്ടികളെ ആകർഷിക്കാനായി എല്ലാതരം കളിപ്പാട്ടങ്ങളും വിൽക്കുന്നവരെ ഇവിടെ തന്നെ കാണാം. മുൻപ് ആദ്യമായി ഞങ്ങൾ കാലിക്കറ്റ് ബീച്ച് നൈറ്റ് ടൈമിൽ വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഈ കുഞ്ഞു മക്കളെയും കൂട്ടിയിട്ട് ഈ നട്ടപ്പാതിര സമയത്ത് ബീച്ചിൽ പോയിട്ട് എന്തോന്ന് കാണാനാ, അവിടെ ആരുണ്ടാവും എന്നൊക്കെ ഒത്തിരി പറഞ്ഞു. പക്ഷെ അച്ഛൻ അറിയില്ലല്ലോ നൈറ്റ് ടൈം ബീച്ച് ഇങ്ങനെയാണെന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞു. അപ്പം ഞങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങളെപ്പോലെ ഭ്രാന്തുള്ള വേറെ ആരും കാണില്ല എന്ന്. പക്ഷെ പിന്നീടൊരു സത്യം അച്ഛന് മനസ്സിലായി. ഞങ്ങളെപ്പോലെ തന്നെ ഭ്രാന്തുള്ള ഒരുപാട് പേര് ഈ ബീച്ചിൽ ഈ ടൈമിലുണ്ടെന്ന്. പിന്നെ എൻ്റെ പിള്ളേർ അമ്മമാർ ചെന്ന പാടെ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങി. കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടും തിരിച്ചു വാടാ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ കയറുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുവിധം അപ്പുറത്തുണ്ടായിരുന്ന കടകളും കാര്യങ്ങളും കാണിച്ച് പ്രലോഭിപ്പിച്ചാണ് തിരിച്ച് കയറ്റിക്കൊണ്ടു വന്നത്. പിന്നെ കടകളായ കടകളെല്ലാം കയറി ഉപ്പിലിട്ടതും പാനിപൂരിയും ഐസ്ക്രീമും അങ്ങനെ യാതൊരുവിധ കോമ്പിനേഷനും ഇല്ലാത്ത സകല ഐറ്റംസിലും ഞങ്ങളൊന്ന് കൈവച്ചു. പിന്നെ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണിത്. കൈ വെക്കുന്നത് എന്തും രുചിയിലായിരിക്കും. അതിനിവിടെ രാവെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ ബീച്ചിൽ വന്നപ്പോൾ വിറ്റിലിഗോ ബാധിച്ചൊരു ഫാമിലിയെ കണ്ടിരുന്നു. ഒരു കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങനെയൊക്കെ വരുമെന്ന് അപ്പോഴാണ് ശരിക്കും അറിഞ്ഞത്. പാനിപൂരി വിൽപ്പന നടത്തുന്ന 2-3 കടകളുണ്ടായിരുന്നെങ്കിലും എല്ലാത്തിലും നല്ല തിരക്കായിരുന്നു. കുറച്ച് സമയം നിന്ന ശേഷമാണ് നമുക്കത് കിട്ടിയത്. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. എല്ലാ റൈഡുകളും കാലിക്കറ്റ് ബീച്ച് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒട്ടക സവാരിയും കുതിരസവാരിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറച്ചധികം സമയം കൂടെ ബീച്ചിലിരുന്ന ശേഷം ഞങ്ങൾ മനസ്സോടെ അവിടെ നിന്ന് തിരിച്ചു. കഴിച്ച പലവക സാധനങ്ങൾ വയറ്റിലുണ്ടെങ്കിലും ഹോട്ടലിൽ നിന്നൊരു ഭക്ഷണം കൂടെ കഴിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അവിടെ നിന്നും കഴിച്ചു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സമയം 2:30. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.